സോണി, സോണി, ഇനിയും പിണക്കം തീർന്നില്ലേ? ഞാൻ അപ്പോഴത്തെ മൂഡിൽ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതല്ലേ. അതിനാണോ ഇപ്പോഴും ഇങ്ങനെ മോന്തയും വീർപ്പിച്ച് കെട്ടി നിൽക്കുന്നത്? ഒന്ന് ചിരിക്കന്റെ പെമ്പിളെ. ആ വരട്ടെ 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 വരട്ടെ, ഇങ്ങ് പോരട്ടെന്ന്. പിന്നെ ഞാനിന്ന് വൈകിട്ട് നേരത്തെ വരും. റെഡിയായിട്ടിരുന്നോണം. നമുക്കൊന്ന് പുറത്തു പോണം. ആദ്യം ഒരു കറക്കം, പിന്നൊരു ഡിന്നർ. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് മോളു, ഡാഡി വൈകിട്ട് വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? ഓക്കെ ഡൺ. എന്തൊരു പൊടിയാ. അതിന് ഈ മുറി കയറിയിട്ട് കുറെ നാളായില്ലേ? മോളെ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞ് പുറത്തു പോയി കളിക്കാൻ? ഈ പൊടി മുഴുവൻ മൂക്കി കയറും. അതിനാണ് മോളെ ക്ലീൻ ചെയ്യാ. മയ, മോളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. ശരി ചേച്ചി. വല്ല കോൾഡും പിടിക്കും. മോളെ, നമുക്ക് പുറത്തു പോയി കളിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. വരുമ്പോ ആ വാക്യൂം ക്ലീനർ ഇങ്ങെടുത്തോ. ശരി. മാന്ത്രിക കുതിര. അധ്യായം 1. മരണത്തിന്റെ നിറം ചുവപ്പാണോ? ഇന്നത്തെ പ്രഭാതത്തിന്റെ മുഖത്തും ചുവപ്പ് നിറം. അനിതയുടെ നിശ്ചലമായ കണ്ണിലും മുഖത്തും ചുവന്ന് കരിവാളിച്ച രക്തപ്പാടുകൾ. ഒരിക്കലും ഉണരാത്ത സുഖനിദ്ര. ആത്മഹത്യ ചെയ്തതിന്റെ ബീഭത്സതകളൊന്നും അവളുടെ മുഖത്ത് ലേശം പോലുമില്ല. നിത്യനിതാന്തത. പാതി മയക്കത്തിൽ എന്ന പോലെ ഒരു പുൽക്കുടി തുമ്പിനെ നൈർമല്യവുമായി അവൾ ഒരിക്കലും ഉണരാത്ത നിദ്രയുടെ ലോകത്തിലേക്ക് പറന്നു പറന്നു പോയിരിക്കുന്നു. രമേശ് ഇതേക്കുറിച്ച് അറിയുമ്പോൾ എന്തായിരിക്കും? പുറപ്പെടുന്നതിന്റെ തലേ ദിവസം ചേച്ചിയുടെ കത്ത് വന്നു. പതിവ് പോലെ പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത കത്ത്. ചേച്ചി ഇങ്ങനെ എഴുതി: അനിയത്തിക്ക്, ഇങ്ങനെ ഒരു കത്ത് നീ ഒരിക്കലും എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കില്ലെന്നറിയാം. ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിക്കുകയാണ്. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സന്തോഷമോ പരിചരണമോ നൽകുവാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ അദ്ദേഹത്തിനൊരു ഭാരമായി ജീവിക്കുന്നതിൽ ഇനി അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വിഷമമേ ഉള്ളൂ എനിക്ക്. എൻ്റെ മോള്, അവളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ നീ വേണം ഇനി അവളെ വളർത്താൻ. മറ്റൊരു സ്ത്രീ എൻ്റെ മോൾ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ മോളുടെ അമ്മ എന്നും ഇനി നീ ആയിരിക്കണം. അതെൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. നീ ഈ ചേച്ചിയോട് ഓർക്കുമല്ലോ. സസ്നേഹം, ചേച്ചി. ഗുഡ് മോർണിംഗ്, പ്രതിഭ പബ്ലിഷേഴ്സ്. എക്സ്ക്യൂസ് മീ. യെസ്, മിസ്റ്റർ മാത്യു വർഗീസ് അകത്തുണ്ട്. യെസ്, മാത്യു വർഗീസ്. വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഇരിക്കൂ. താങ്ക് യു. ഐ എം മിസ്സസ് സണ്ണി കുരുവിള. യെസ് യെസ്, ഐ നോ. ഞാൻ വന്നിട്ടുണ്ട് മാരേജിന് ചർച്ചിൽ. എന്താ പ്രത്യേകിച്ച് ഇവിടെ? സണ്ണിച്ചായൻ എഴുതിയ മാന്ത്രിക കുതിര എന്ന നോവലിന്റെ മാനുസ്ക്രിപ്റ്റ് വന്നതാ. എന്തോ കുറച്ച് കറക്ഷൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. ഓ, ഐ എം വെരി സോറി മിസ്സസ് സണ്ണി. അത് മിസ്റ്റർ സണ്ണി ഇന്ന് രാവിലെ വാങ്ങിക്കൊണ്ട് പോയല്ലോ.
ഒരുപക്ഷെ തിരക്കിൽ എന്നോട് പറഞ്ഞ കാര്യം സണിച്ചാൻ മറന്നുപോയതായിരിക്കും. Yes, there you are. അല്ലെങ്കിൽ ഈ എഴുത്തുകാരൊക്കെ ഇങ്ങനെയാ. Sometimes they are absent minded. താങ്ക് യു സർ. Welcome. സോറി ഫോർ ദ ട്രബിൾ. Oh, it's all right. ആഹാ, ഇതെവിടെ പോയിരുന്നു? മോളെ ഉറക്കുകയായിരുന്നു. എന്തു പറ്റി? ആകെ ഒരു ഡൾ മൂഡിൽ. ഒന്നുമില്ല. ഓ, മനസ്സിലായി. ഇന്നത്തെ ഔട്ടിംഗ് അല്ലേ? സോറി മോളെ, ഇന്നൊരു കേസിന് ഇൻട്രോഗേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഒത്തിരി വൈകി. ഔട്ടിംഗ് നമുക്ക് നാളെ ആക്കാം. എന്താ? ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. കുറെ നല്ല രാത്രികൾ നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു. ഇന്ന് അതിന്റെ എല്ലാം കടം ഞാൻ വീട്ടു. ഇന്ന് വേണം നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാൻ. എന്താ? ഓക്കെ? ആ. Nine. That is my lucky number. I always like 9. പുറപ്പെടുന്നതിന്റെ തലേ ദിവസമാണ് ചേച്ചിയുടെ കത്ത് വന്നത്. പതിവ് പോലെ പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത കത്ത്. ചേച്ചി ഇങ്ങനെ എഴുതി: കത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് രമേശ് കടന്നു വന്നത്. കത്ത് രമേശിന്റെ കൈ കൊടുത്തു. കത്തവിടെ 152, 150.
സോണി 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 ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടറെ വിളിക്കണം. വേണ്ട, ഇന്നലെ എന്തോ പെട്ടെന്നൊരു തലകറക്കം പോലെ. ഇപ്പൊ കുഴപ്പമില്ല. സത്യം പറഞ്ഞ എനിക്കിന്ന് കോടതി പോകാൻ ഒരു മൂടുമില്ല. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് കേസിന്റെ ട്രയലുള്ളതാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കാൻ മടിക്കരുത്. സന്തോഷത്തിന്റെ ദിനങ്ങൾ എന്നിൽ നിന്ന് മാഞ്ഞു പോവുകയാണോ? എന്റെ സണ്ണി എന്നിൽ നിന്ന് ഒത്തിരി അകന്നു പോകുന്നത് പോലെ ഒരു തോന്നൽ. ഇതുവരെ ഞാൻ ജീവിതത്തിൽ കണ്ട സണ്ണിയെ അല്ല, ആക്സിഡന്റിന് ശേഷം കണ്ടു തുടങ്ങിയത്. സണ്ണിയുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും വഴങ്ങിക്കൊടുക്കാനുള്ള ശക്തി എന്റെ ശരീരത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ സ്നേഹത്തെക്കാൾ പരിചരണത്തെക്കാൾ സണ്ണിക്കിപ്പോ വേണ്ടത് ശാരീരിക സംതൃപ്തി മാത്രമാണ്. ഒരു സമയവും കാലവും ഒന്നുമില്ലാതെ എപ്പോഴും എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പോലും സണ്ണിക്ക് കഴിയുന്നില്ല. ശാരീരികമായും മാനസികമായും ഞാൻ ഒരുപാട് വേദനിച്ച രാത്രിയായിരുന്നു അത്. സണ്ണി സോണിയോട് കാണിച്ച അതിരുകടന്ന താല്പര്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതെന്നിൽ സംശയം ഉണർത്തി.